കഞ്ചാവ് ബീഡിയിൽ കയറ്റി വലി അകത്തിരുന്നു. അമ്മ പറയണ് മറ്റേ ആയുർവേദ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ച കുറ്റി വലിക്കണമെന്ന് അകത്ത് അല്ല കത്തിച്ച് വയ്ക്കണമെന്ന്. ഒരു കൊതുവില്ലെന്ന്, ഒരു സ്മെല്ല്, ഒരു വശമില്ലാത്തതുകൊണ്ട് അമ്മ വന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് നോക്കിയപ്പം ബീഡിയിൽ അതിൻ്റെ അകത്തുള്ള സാധനം മാറ്റിയിട്ട് കഞ്ചാവ് വെച്ചു. 27B ഓഫ് NDPS ആക്ട് പ്രകാരം കേസെടുക്കും, ഫൈനേ ഉള്ളൂ. ഈ തൂഫാൻ വന്നപ്പോൾ അതും റിമാൻഡിൽ പോകും. തൂഫാൻ എന്ന് പറഞ്ഞാൽ ലഹരി ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രോജക്റ്റിൽ 1 ഗ്രാം കയ്യിൽ വച്ചിരുന്നാൽ മതി, ഗോ ടു റിമാൻഡ്, എഴുതുന്നു, ജയിലിൽ പോകും. പിന്നെ മജിസ്ട്രേറ്റ് വിചാരിക്കണം ഗ്രാൻഡ് ബെയിൽ ഓർ ഗോ ടു ജയിൽ. മനസ്സിലായ? ഗോ ടു ജയിൽ. അതാണ് നമ്മളെ മക്കളെ ശ്രദ്ധിക്കണമെന്ന് പറയണം. ഞാനും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും എവിടെയാണ്. അപ്പം പറയാം അച്ഛാ ഞാൻ പാളയത്തുണ്ട്, കാര്യവട്ടായതുകൊണ്ട് പാളയം ഇന്നുണ്ട്. ഒരു ഹോസ്റ്റലിലും രാത്രിയിൽ 10% താഴെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഒരു ഹോസ്റ്റലില്ല. സ്റ്റാച്യൂവിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വരുമ്പം ഫസ്റ്റ് ലെഫ്റ്റ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഹോം സ്റ്റേ ലക്ഷ്മി ഇൻ. നോക്കണേ, നാളെ ആരെങ്കിലും സ്റ്റാച്യു. അതിൻ്റെ താഴെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്, എനിവെയർ യു ഗോ. എവിടെ വേണമെങ്കിലും നിങ്ങൾ പൊയ്ക്കോ. എവിടെ? അവിടെ താമസിക്കുന്നവർക്കുള്ള സൗകര്യം. ഏത് ഹോംസ്? എനി ടൈം യു കം ടു ഹോസ്റ്റൽ. എപ്പോഴും വേണമെങ്കിലും വന്നോ. സാറേ പോകുമ്പോൾ നോക്കിക്കോണേ, സ്റ്റാച്യൂവിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ 6 മണിക്ക് ശേഷം ഹോസ്റ്റലിൽ കയറാൻ സമ്മതിക്കില്ല. ഇന്നങ്ങനെ ഹോസ്റ്റലിൽ എടുത്തിയാൽ ഈ ചരിച്ചിരിക്കും, ഒറ്റ ആൾ കയറില്ല. രാത്രി 12, നമ്മളിപ്പോൾ 24 hours ചായക്കടയിലൊക്കെ രാത്രിയാണ് ഒന്ന് ചായ കുടിക്കുന്നത്. ഹോസ്റ്റലിൽ ഇരിക്കുന്ന ആര്? രമ്യ, ആലപ്പുഴക്കാരി. ദിവസം നമ്മുടെ ഈ റെയിൽവേ പാളത്തിൻ്റെ അവിടെ നിന്ന് ഒരു മോളെ നമ്മളെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന്, കാസർഗോഡുകാരിയാണ്, മാലയും ഒന്നും ഇടാതെ ആത്മഹത്യ ടെൻഡൻസിയിൽ വന്ന് സിവിൽ സർവീസ് സ്റ്റുഡൻറ്റ്, കൂടെ പഠിച്ച പയ്യനോട് പോയി മിസ്യൂസ് ചെയ്തു. ഭാഗ്യത്തിന് എറണാകുളം സിറ്റിയിൽ വെച്ചായിരുന്നുകൊണ്ട് എറണാകുളം സൗത്തിൽ കേസെടുത്തു. അതിനുശേഷം വീട്ടുകാരും ഉപേക്ഷിച്ച് പഠനവും പോയി, എക്സാമും എഴുതില്ല. 1 ലക്ഷം രൂപ എന്താണ് ഫീസ് എഴുതാതെ ആത്മഹത്യക്ക് വന്ന് അവിടെ വന്ന് എൻ്റെ ഫ്രണ്ടിൽ അവിടെ വന്നിരിക്കുമ്പോൾ എനിക്കും ഒരു സങ്കടം. ഞാൻ ശരിക്കും പറഞ്ഞു മാല എടുത്തിട്ട് നമുക്കൊരു അബദ്ധം പറ്റി, ടു ഫേസ് വരുമെന്ന് പറഞ്ഞിട്ട് കേൾക്കൂല. അപ്പോഴും വന്നിട്ട് ഈ പയ്യൻ്റെ വീട്ടുകാർ ചതിച്ച് ലോൺ എടുത്തേക്കുന്നു. ഏതിന്ന്? ലോൺ ആപ്പിന്ന്. ലോൺ ആപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഡ്രഗ്സിനേക്കാൾ അപ്പുറമാണ്. ഒരു പിതുക്ക് നിങ്ങൾ കൊടുക്കൂ, ഗെറ്റ് 5,000 rupees ഇമ്മീഡിയറ്റ്ലി യുവർ അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് ആപ്പ് വരും. സാറ് ഇത് കാണുമ്പോൾ ഒരു പിതുക്ക് അക്കൗണ്ട് നോക്കുമ്പോൾ 5,000 രൂപ വന്ന് കിടക്കുന്നു. വീട്ടിൽ ചെന്നപ്പോൾ സുന്ദരൻ 2 ടിൻസുകൾ, ബാംഗ്ലൂർ എന്തോ പഠിക്കുന്നു, വെളുവിളാന്നിരിക്കുന്നു, സുന്ദര മക്കൾ. റൂമിലൊരു വശപ്പിശമാണ്. ബാഗിൽ നിന്ന് 1650 ഗ്രാം ഗഞ്ചാവ് പിടിച്ചു. 1650 ഗ്രാം. അച്ഛൻ മരിച്ചിട്ട് റെയിൽവേയിൽ ജോലി കിട്ടാൻ മെമ്മ കിട്ടിയ ആ മോനെ റിമാൻഡ് ചെയ്തു. ദർ ഈസ് നോ ജോബ്, ഗോ ടു അട്ടക്കുളങ്ങരയല്ല, പൂജപ്പുര ജയില്. ഇപ്പോഴാണെങ്കിൽ നല്ല സുഖം, ചപ്പാത്തിയും കുറുമയും. ആർക്ക്? നമ്മളെ കുഞ്ഞന്മാരെ ശല്യം ചെയ്യണവനുള്ള ചാപ്പാട്. ചപ്പാത്തിയും കുറുമയും ഉണ്ടല്ല, ചപ്പാത്തിയും കുറുമയും 8-10 ജയിലിലുള്ള. ഞാൻ പൂജപ്പുര ഇരുന്നുകൊണ്ട് എനിക്കറിയാം. ഞാൻ അവിടെ മെനുവിന് പോയി ഉച്ചയ്ക്ക് ചെന്നപ്പം മീൻ കഷ്ണം മാത്രം സെപ്പറേറ്റ് വയ്ക്കുന്നു, വലിപ്പം മാറാതിരിക്കും, എന്നിട്ട് കറി ഒഴിക്കും. ഇവന്മാർക്ക് ആഴ്ചയിൽ ഒരു ദിവസം മട്ടനെന്ന്. ഞാൻ മട്ടൻ തിന്നിട്ട് ദിവസങ്ങളായി. ആർക്ക്? മറ്റേ കുഞ്ഞന്മാരെ പീഡിപ്പിച്ചവന് മട്ടൻ. ഇപ്പം 650 എന്തോ കൂട്ടി. സുഖം. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പം 2,50,000 രൂപ പോക്കറ്റിലും
ഗോ ടു ഗോവ, റിലാക്സ്. ആര്? പോക്സോ കേസിലെ പ്രതി. ഒരു ദിവസം 650 രൂപ ജയിലിൽ. കുറ്റകൃത്യങ്ങൾ കൂടുന്നു, ശിക്ഷയില്ല. KCAയിലെ കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ കോച്ചിങ്ങിന് വന്ന മനു എന്ന പത്രത്തിൽ വായിച്ചാണ്. കുട്ടികളെ ട്രെയിൻ ചെയ്തപ്പോൾ, ഞാൻ കൻറ്റോൺമെൻറ്റിലിരുന്നപ്പോൾ കേസെടുത്ത കേസാണ്. ഞാൻ അന്ന് ക്രൈമിലായിരുന്നു. ശല്യം ചെയ്തതിന് 48 വർഷം അടിച്ചു. അവൻ്റെ വൈഫ് വന്നിട്ട് ബാംഗ്ലൂർ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മോളുണ്ട്. അതുപോലും മറന്ന് 6 മക്കളെ പറഞ്ഞോളൂ മൊഴി. 119 കുട്ടികളെന്തോ അവിടെ ഉണ്ട്. എല്ലാവരെയും ഇയാൾ മിസ്യൂസ് ആയിട്ട് എനിക്കറിയാം. ഗോ ടു ജയില്, നോ റിലീസ് ബെയില്. ഇപ്പം 48 വർഷം അടിച്ചു കൊടുത്തൊക്കെയാണ്. എപ്പോഴും വരും? 42 വയസ്സാണ്, 84. അപ്പം മരണം നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. ഇൻവോൾവ് എനി ക്രൈം, പേടിക്കേ വേണ്ട. ദർ ഈസ് നോ സർട്ടിഫിക്കറ്റ്, PCC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. എല്ലായിടത്തും വേണം. തേങ്ങ വെട്ടാൻ വരെ ഹിന്ദിക്കാരെ എന്നാ സംബന്ധിക്കുന്നു. സാർ പ്ലീസ് ഗീവ് മീ എ സർട്ടിഫിക്കറ്റ് ഫോർ വെട്ടാൻ തേങ്ങ. അപ്ലൈ ചെയ്തേക്കുന്നു ഹിന്ദിക്കാരെ. എന്നാലേ തേങ്ങ വെട്ടാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കൂ. ഇതൊക്കെ ഈ അമ്മമാർ ശ്രദ്ധിക്കണം. എൻ്റെ മോൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ക്രൈസ്റ്റ് വെഹിക്കിൾ. ഞാൻ കൻറ്റോൺമെൻറ്റിൽ